ധന്യമേ ജീവിതത്തില് ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, സകലതിനെ അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ വേണം. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അങ്ങനെ സ്വീകരിച്ചു ജീവിതം മുഴുവൻ മാറ്റാന്നല്ല. ഒരു സഹിഷ്ണുതാബോധം നമുക്ക് ഉണ്ടാകണം. ഒരു സഹിഷ്ണുതാബോധം എന്നുള്ളത് നമുക്കുണ്ടാകണം. ഇതില്ലാതെ വരുമ്പോൾ പല അബദ്ധവും ഉണ്ട്. വിഷ്ണു അനവധി അവതാരങ്ങൾ എടുത്തു. ദശാവതാരങ്ങൾ 10. എന്തിനാ അവതാരം അങ്ങനെ എടുത്ത്? ഈ 10 അവതാരവും നാം എടുക്കേണ്ടതാണ്. അല്ലാതെ വിഷ്ണുവിന്റെ മാത്രം കാര്യമല്ല. നാം മത്സ്യമായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, പൂർണ്ണമായി പ്രവർത്തിക്കേണ്ട കാര്യവും ഉണ്ട്. വരാഹം, നരസിംഹം ഓരോന്നും അല്ല ഇന്ന് വിഷയം. ഇന്ന് വിഷയം ഈ സഹിഷ്ണുത എന്ന കാര്യം പറയുക എന്നുള്ളതായതുകൊണ്ട് ഒരവതാരം വിഷ്ണു എടുത്തു. ആമ, മത്സ്യം കഴിഞ്ഞു കൂർമാവതാരം. എന്തിനാ ഈ ആമയുടെ രൂപം എടുത്ത്? വേറെ എത്ര ജീവിയില്ല. ഒന്നാമത് ആമ എന്ന സങ്കല്പം തന്നെ ആമ എക്കാലത്തും ഉണ്ടാവും. ഇനിയിപ്പോൾ ആധുനികമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് പറഞ്ഞാൽ അതിനൊക്കെ മാറ്റം വരും. പൊതുവെ ആമ എന്നുള്ളത് എന്നും ഉണ്ടാവും. ആമ, ആന, മുയൽ എന്നൊക്കെ പറഞ്ഞത് ഇതാണ് കാരണം. ആ ആമയുടെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഗുണങ്ങളുടെ ഒരു ഭാഗം ഈ ആമയിൽ ഉണ്ടാവും. ഒരാളെ കണ്ടാൽ ഇന്ന ആളെ പോലെ ഇരിക്കുന്നു പറഞ്ഞാൽ അയാളുടെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടായതുകൊണ്ടാണല്ലോ താരതമ്യം ചെയ്തത്. ആമ എല്ലാം കേൾക്കും, എല്ലാം അംഗീകരിച്ചു. ആമ നമ്മൾ പറഞ്ഞ കറക്റ്റ്. പാലാഴി മഥന സമയത്ത് ഒരു പ്രശ്നം വന്നു. വാസുകിയെ വെച്ച് മന്ദരപർവ്വതം സെൻട്രലിൽ നിർത്തി വാസുകിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ് ദേവന്മാരും അസുരന്മാരും. ഇതാണ് പാലാഴി മഥനം. എവിടെങ്കിലും ഒരു പാലാഴി ഉണ്ടോ? ഇത് പാലാഴി കടയാന്താണ്? തൈര് കടയാ? ഇങ്ങനെയൊക്കെ ചോദിക്കാം. മിൽക്കി വേ എന്ന് പറഞ്ഞ പോലെ പാലാഴിയെ കടയുക എന്ന് പറഞ്ഞാൽ അതിനെ മെഡിറ്റേറ്റ് ചെയ്ത് അതിന്ന് വേണ്ടുന്നൊക്കെ എടുക്കുക എന്നാണ്. ഇതാണ് പാലാഴി. കുറ്റം തെളിയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പാലാഴി മഥനം നടത്തുന്നുണ്ട്. എല്ലാവരും നടത്തുന്നുണ്ട്. എന്റെ മനസ്സിൽ അനവധി ആശയങ്ങൾ വന്നു. ഈ വന്ന ആശയങ്ങൾ മുഴുവൻ ധന്യമേ ജീവിതത്തായിട്ട് പറയുക അടി പാർസലായിട്ട് വരില്ലേ? അത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം കഴിഞ്ഞ് വിശുദ്ധി ചക്രത്തിലെത്തും. ഇവിടെ ആയിരിക്കും വിശുദ്ധി ചക്രം. ആ വിശുദ്ധി ചക്രത്തിന്റെ സൈഡ് അതാണ്. വിശുദ്ധി ചക്രത്തിന് പൊതുവേ ക്ഷീണം ബാധിക്കുമ്പോൾ, പ്രായം കൊണ്ടൊക്കെ ക്ഷീണം ബാധിക്കുമ്പോൾ അത് ശരീരപ്രകൃതത്തെയും ഓറയെയും ബാധിക്കും. ആ ഓറയെ ബാധിക്കുമ്പോൾ ആളുകളെ കണ്ടറിയാം. ആ കണ്ടറിയുന്ന ആളുകളുടെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവരോട് ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒക്കെ മനസ്സിലാവും. ഇവരിപ്പോ നോർമൽ അല്ലാട്ടോ, എന്താ പറയാന്നറിയില്ല. ഇത് ആ സമയത്ത് മനസ്സിലാവും. ഇവിടെ വെച്ച് കടയും. കിട്ടിയ ആശയങ്ങള്, നമ്മൾ നേടിയ സംസ്കാരങ്ങള്, ഇതുവരെ പഠിച്ചത്
വേദാന്തികളുടെ ഭാഷയിൽ പൂർവജന്മത്തിൽ നടന്ന അനുഭവങ്ങൾ മുതൽക്ക് മുഴുവൻ ചേർത്താണ് ഇവിടെ ഈ പാലാഴി മന്ത്രത്തിന് വന്നിരിക്കുന്നത്. ഇതാണ് പാലാഴി. ഒരു കുട്ടി എങ്ങനെയാ പാലാഴി അറിയണത്? പാമ്പിനെ കാണുമ്പോ ബുദ്ധി ഉറച്ച നാൾ മുതൽക്ക് പേടി വരണ എങ്ങനെയാ? ജന്മജന്മാന്തരമായിട്ട് പേടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. മരിക്കാൻ രോഗമൊന്നും വേണ്ട. പക്ഷെ നമ്മൾ ചോദിക്കും, എന്ത് സൂക്കടാ വന്ന്? ജന്മജന്മാന്തരായിട്ട് രോഗം വന്നിട്ടാ മരിച്ചിരിക്കണതേ. ആ ഓർമ്മ കൊണ്ടാ. രോഗവും മരണവുമായിട്ട് ബന്ധമൊന്നുമില്ല. അവിടെ വെച്ച് വാസുകി എന്ന സർപ്പം അസുരന്മാര്, ദേവന്മാര്, നന്മ, തിന്മ നമ്മുടെ അകത്തുണ്ട്. ഇതിലൊരു വശം ജയിക്കുമ്പോൾ നാം അതായി തോന്നും. ആസുരിക ഭാവം എന്നിലുണ്ട്, ദേവഭാവവും എന്നിലുണ്ട്. ഒരു കാര്യം കണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവൻ്റെയൊക്കെ കാരണക്കുറ്റിക്ക് അപ്പ കൊടുക്കണ്ടേ അടി എന്ന്. ആ തോന്നാൻ കാരണം എന്താ? അപ്പ പൂശണ്ടേ. നമ്മൾ റിയാക്ട് ചെയ്യാൻ കാരണം എന്താ? ഈ ഭാവം വികസിച്ചു. ഇപ്പുറത്ത് വലിക്കുകയാണ് ദേവൻ. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അതെ, ഇതിൽ ജയിച്ചത് ദേവനാണ്. അപ്പൊ പിന്നെ നല്ല വാക്യം പറയും. ഒരു തവണ ഒരിടത്ത് വെച്ച് സംഭാഷണ മധ്യേ ഞാൻ ഓരോ കാര്യം പറഞ്ഞു. അപ്പ കൊടുക്കണ്ടേ കരണക്കുറ്റിക്ക് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ തമാശ കേട്ടോ. എന്തൊരു പ്രയോഗമാണ്, കൊടുക്കണ്ടേ കരണക്കുറ്റിക്ക് അടി. കേരളത്തിലെ മാന്യനായ ഒരു വ്യക്തിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പറഞ്ഞ് ശീലിക്കരുത് വിയാറി. അസുരഭാവും ദേവഭാവും ഉണ്ട്. ഇവര് കടയുമ്പോൾ ആദ്യം ഫസ്റ്റിൽ വരുന്നത് പോയ്സൺ. ദുശ്ചിന്തയല്ലേ ആദ്യം വരിക. പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. രാത്രി 11 മണിയാ. ടോർച്ചെടുത്തോ. എന്താ? പാമ്പ് വഴി കിടക്കുന്നുണ്ടാകാം. അതിൽ തെറ്റൊന്നുമില്ല. ദുശ്ചിന്ത ആദ്യം വന്ന് ദുശ്ചിന്ത ആവശ്യമാണ്. ഒരാള് പണം കടം ചോദിച്ചു, ഇയാൾ തരുമോ? തരാൻ സാധ്യതയുണ്ടോ? ചിന്തിക്കണ്ടേ. ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് ചിന്തിച്ചാൽ അത് ആദ്യം വന്നത് ജ്യേഷ്ഠ ഭഗവതി. നെഗറ്റീവ് തോട്ട്സ് ആദ്യം വന്നു. പിന്നെയാണ് ശ്രീ ഭഗവതി വരിക. അമൃത് അവസാനമാണ് വരിക. ഇത് മുഴുവൻ മനസ്സിലിട്ടൊരു പാലാഴി മന്ത്രം നടത്തി ആ അമൃതകുംഭം പുറത്തെടുത്തിട്ട് വേണം നാം സംസാരിക്കാൻ. ആദ്യം കണ്ടപ്പോ പലതുമൊക്കെ തോന്നി. തന്തപ്പടി ആയില്ലേ, വയസ്സത്തിലേക്ക് ആയില്ലേ, ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊക്കെ ആദ്യം തോന്നി. കുറെ തെറ്റ് ചെയ്തതല്ലേ, ആ തെറ്റിന്റെ ഒക്കെ ശിക്ഷ അനുഭവിക്കുന്നൊക്കെ മനസ്സിൽ തോന്നി. ഇയാളോട് പറയാൻ അതൊന്നും പറയാതെ പാലാഴി മന്ത്രം തന്നു. നെഗറ്റീവ് വന്നു, നെഗറ്റീവിനെ മാറ്റി. അതിൽ പോയ്സൺ വന്നു. ആ പോയ്സനെ ആര് സ്വീകരിക്കും? ശിവശക്തി, നമ്മളിലെ ശിവശക്തി. അത് നശിച്ചാൽ പോയ്സണല്ല. ഇപ്പൊ ഇന്നലെ വായിച്ചില്ലേ, സദ്യക്ക് ആഹാരം കഴിച്ചു, 300 ആള് കഴിച്ചു, 30 ആള് ആശുപത്രിയിലായി. അപ്പൊ ബാക്കി 270. 270 ആളെയും വിഷം ബാധിച്ചിട്ടുണ്ട്. അവരിലെ ശിവശക്തി തൽക്കാലം അതിനെ സ്വീകരിച്ചു. ഇത്രയുള്ളൂ കാര്യം. ആ വിഷാംശത്തെ, അതാണ് ശിവൻ നീലകണ്ഠൻ. നീല നിറത്തിലുള്ള കണ്ഠനല്ല, വിശുദ്ധി ചക്രത്തിനെയാണ് പറയണത് നീലകണ്ഠൻ. ഈ സമയത്ത് എന്തിനെ വെച്ച് കടയുന്നുവോ ആ മന്ദരപർവ്വതം അടിയിൽ കിടക്കാണ്. ഇനിയിപ്പോ നടക്കില്ല.
മെഡിറ്റേഷൻ നഷ്ടപ്പെട്ടു. ഇതൊക്കെ പറയണു. ആ സമയത്ത് നമുക്കിതൊന്നും ഓർമ്മയില്ല. നിങ്ങളല്ലേ വലിയ വേദാന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ ആള് തല്ലാൻ വേണ്ടിയിട്ട് മുണ്ടും മടക്കി കുത്തി നിൽക്കുക. ഇതാണ് മന്ത്രപർവ്വം താണു പറഞ്ഞത്. നിങ്ങളല്ലേ എനിക്ക് മെഡിറ്റേഷൻ ടെക്നിക്ക് പഠിപ്പിച്ചിരുന്നു? ഓടാ വിടുന്നവർ. അതിനെ ഉയർത്താൻ വിഷ്ണു പറഞ്ഞു തന്ന തന്ത്രമാണ് ആമ. ഇതൊക്കെ കറക്റ്റ്. അല്ലാതെ ആമ എന്നുള്ള ഒരു ജീവിയായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞാൽ സകലയിടത്തും നിറഞ്ഞവൻ അർത്ഥം. എല്ലായിടത്തും വ്യാപിച്ചവൻ എന്നാണ് വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആ വിഷ്ണു ഭഗവാന് ഒരാമയായിട്ട് ഇങ്ങനെ അവതരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് ആമയായി വന്നു. ആമയ്ക്കൊരു ഗുണമുണ്ട്, കുറച്ചൊരു വെയിറ്റൊക്കെ പൊക്കാൻ പറ്റും. തോട്, പുറം തോട്. ആമ അതിൻ്റെ തോടിന് ശക്തി കൊടുക്കും ഓരോന്നും. അത് ആമയുടെ നെഗറ്റീവാണ് ഈ തോട് എന്നുള്ളത് ഇനി വേറൊരു വിഷയത്തിൽ ഞാൻ പറയാനിടയുണ്ട്. വലിയ വിഷയമാണ്. വിഷ്ണു ആമയായി വന്നിട്ട് ഈ മന്ദരപർവ്വതത്തെ അങ്ങോട്ട് ഉയർത്തി. ഇവിടെ നടക്കുന്ന നമ്മളൊരു വാക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മുഴുവൻ നടക്കുന്നുണ്ട്. പ്രസംഗത്തിനല്ല ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ സംസാരിക്കുമ്പോൾ ഒരു വരി പറയുന്നതിനിടയ്ക്ക് ഇത് സംഭവിക്കുന്നു. ഇതിനെപ്പറ്റി മനസ്സിലാക്കിയവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ കുറയും. അയാൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അങ്ങനെ പറയണ്ടേ? എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ലേ? ആമ മെഡിറ്റേഷന്റെ ഭാഗത്തേക്ക് ഉയർത്തി. ഇതാണ് വിഷ്ണു ആമയായതും. ഇത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ചക്രത്തെ പറ്റി ധന്യമേ ജീവിതത്തിൽ ഓരോന്നും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടവർക്ക് കുറെ കൂടി പഠിക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയാണ്. പാലാഴി മതം എന്താന്നുള്ളത് എത്രയോ ടാക്കിൽ പലപ്പോഴായിട്ട് പറയേണ്ട വിഷയങ്ങൾ അതിലുണ്ട്. ഓരോ ചലനത്തിലും വളരെ അർത്ഥവത്താണ് എന്ന് പറഞ്ഞു വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.